വല്ലതും പൊട്ടി വീഴോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ ജഡായു എർത്ത് സെന്റർ കാണാനായിട്ട് വന്നേക്കാണ്. ജഡായു പാറ കൊല്ലം ചടയമംഗലത്താണ് ഈ ജഡായു പാറ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കയറാനുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 AM to 5:30 PM ആണ് യൂഷ്വലി. പക്ഷേ വീക്കെൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ 6 PM വരെ വർക്കിംഗ് ആണ്. ഒരു 1000 feet above sea level ആണ് ഈ ഒരു പാറയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് 2 റൂട്ട് ഉണ്ട്. ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്നു പോവാം, സ്റ്റെപ്സ് വഴി. നടന്നു പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു 826 പടികളുണ്ട്. ആക്ച്വലി ഒരു 1 കിലോമീറ്ററോളം നടക്കാനായിട്ടുള്ളതുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ വരണം. കേബിൾ കാറിലാണ് നമ്മൾ 2 and 4 പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 550 rupees ആവും പെർ ഹെഡ്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഗൂഗിൾ പേ അലൗഡ് അല്ല, എല്ലാം ക്യാഷ് ആയിട്ട് വേണം പേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ക്യാഷ് കയ്യിൽ കൊണ്ടുവരണം. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് ഫ്രഷ് ആവാനായിട്ട് ഒരു വാഷ്റൂമും ഉണ്ട്. അത് നല്ല നീറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എൻട്രി ഫീ പേ ചെയ്തതിന് ശേഷം അവിടെ തന്നെ ലഗേജ് കൗണ്ടറിൽ ലഗേജും പ്ലാസ്റ്റിക് ബോട്ടിൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ട് വരണം. എന്നിട്ട് ഫ്രീ ഹാൻഡഡ് ആയിട്ട് വരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അവരതെല്ലാം പറയുന്നത്. ഇനി ഇവിടെ നിന്ന് സെക്യൂരിറ്റി ചെക്കും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി നെക്സ്റ്റ് ലെവലിലോട്ട് പോവാം. ചെറിയ ട്രൈപോഡ്സ് ഒക്കെ അലൗഡ് ആണ്, പക്ഷെ ലോങ് ആയിട്ടുള്ള ട്രൈപോഡ്സ് ഒന്നും ഇവിടെ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അത് എടുക്കരുത്. അതുപോലെ തന്നെ ഡ്രോൺ ഷൂട്ടിംഗ് ഒന്നും അലൗഡ് അല്ല. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ബിൽഡിംഗിലോട്ടാണ് കയറുന്നത്. ഇതൊരു ആക്ച്വലി ഒരു 5-star ഹോട്ടലിന്റെ ഒരു സെറ്റപ്പ് പോലെയുണ്ട്. ഇവിടെ നിന്ന് ഈ സ്റ്റെയർ കയറി അടുത്ത ഫ്ലോറിലോട്ട് പോകണം. അവിടെ നമ്മൾ ഈ പാസ് കാണിച്ചതിന് ശേഷം അവിടെ കുറച്ചു നേരം വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഇതിന്റെ അകത്ത് കയറിയപ്പോൾ ഒരു എൻറ്റയർലി ഒരു എയർപോർട്ടിന്റെ ഒരു ഫീൽ ആയിരുന്നു ആക്ച്വലി. ഇവിടെ ഒരു കഫേ ഉണ്ട്, പിന്നെ കുറച്ച് ഷോപ്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം. പിന്നെ കുറച്ചു നേരം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കേബിൾ കാർ പോകാനുള്ള അടുത്ത ടിക്കറ്റ് ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. കേബിൾ കാർസ് വരുന്ന ടൈം അനുസരിച്ച് അവർ നമ്മളെ വിളിക്കും. ഇനി അടുത്തൊരു ഫോട്ടോ എടുക്കുന്ന ഒരു സെഷൻ ആയിരുന്നു. അവിടെ നമ്മുടെ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ജഡായു പാറ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് എഡിറ്റഡ് ഫോട്ടോസ്, ഈ ജഡായു പാറയുടെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന എഡിറ്റഡ് ഫോട്ടോസ് നമുക്ക് തരും. അപ്പം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഇനി അടുത്ത ഫ്ലോറിൽ പോകാനായിട്ട് അടുത്ത സെറ്റ് ഓഫ് സ്റ്റെയർസ് കയറി നമ്മൾ അടുത്ത ഫ്ലോറിൽ എത്തിയൊക്കെയാണ്. അവിടെയാണ് ആക്ച്വലി നമ്മുടെ ഈ കേബിൾ കാറിന്റെ സർവീസ് ഉള്ളത്. അപ്പോൾ കേബിൾ കാർസ് എല്ലാം താഴോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേബിൾ കാറിൽ കയറാം. പിന്നെ അധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കായിട്ട് തന്നെ ഒരു കേബിൾ കാർ കിട്ടി. ഇതിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ട്രാവൽ ഇൻഡിക്കേഷൻസ് ആയിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈക്വലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡായിട്ട് വേണം ഇരിക്കേണ്ടതായിട്ട്. നല്ല രീതിയിൽ കാറ്റടിക്കുന്ന സമയത്ത് ഇത് കുറച്ച് നേരം അവരിങ്ങനെ നിർത്തിയിട്ടേക്കും. അതുകഴിഞ്ഞ് വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്യും നോർമൽ ആവുന്ന സമയത്ത് വീണ്ടും. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമുക്കിങ്ങനെ ആ ഹൈറ്റ്സിലോട്ട് എത്തുന്നത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. ഒരു 1000 feet above sea level ഉള്ളൊരു സ്ഥലമാണ് ഈ ജഡായു പാറ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡെപ്ത് അറിയാൻ പറ്റുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു കാറ്റൊക്കെ വരുന്ന സമയത്ത് അവർ ചെറുതായിട്ടൊന്ന് നിർത്തിയിടും. പിന്നെ വീണ്ടും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ് ഒരു കാട്ടിൻ്റെ ഇടയിൽ കൂടെയുള്ളൊരു യാത്രയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു 1000 feet മുകളിൽ ഇരിക്കുന്ന ജഡായു പാറ കാണാൻ വേണ്ടിയുള്ളൊരു യാത്ര. പേടിയുണ്ട്, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ചെറിയൊരു പേടിയുണ്ട് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ട്. ഈ കാറ്റ് വരുമ്പോൾ ചെറിയൊരു ആട്ടം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് ചെറുതായിട്ട് നമുക്ക് പേടിയാണ്. നമ്മൾ കയറി പകുതി ഹൈറ്റ് എത്തിയപ്പോൾ തന്നെ നമുക്ക് ആ ജഡായുവിന്റെ ശില്പം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ജഡായു പാറയിൽ പോയിട്ട് തിരിച്ചു വരുന്ന കേബിൾ കാർസ് ആണ്, ഈ യെല്ലോ കളർ കേബിൾ കാർസ്. ഒരു കേബിൾ കാറിൽ ആക്ച്വലി 6 പേര് കൊള്ളും. പിന്നെ ഇപ്പോൾ ഡിഫറെൻറ്റ് ഫാമിലീസ് ഒക്കെ ആയിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത്ര തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കേബിൾ കാറിൽ 2 പേരൊക്കെ ആണെങ്കിലും അവർ കയറ്റും. വീക്കെൻഡ്സും ഹോളിഡേയ്സും എല്ലാം നല്ല റഷ് കാണും. അപ്പോൾ ഈ കേബിൾ കാർസ് എല്ലാം ഫുള്ളി ഫിൽഡ് ആയിട്ടായിരിക്കും പോകുന്നത്. ജഡായു പാറ ഉൾപ്പെടെ ഒരു 4 വലിയ പാറകൾ ഇവിടെ ആക്ച്വലി നമുക്ക് കാണാൻ കഴിയും. കുറച്ചും കൂടെ മുകളിലോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ഹെലിപാഡ് ഏരിയ കാണാൻ പറ്റി. ഹെലികോപ്റ്ററിലാണ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് VIPസിനൊക്കെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹെലിപാഡ് ഏരിയ. ഈ ജഡായു ശില്പത്തിന്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ തീർന്നത് 2018 ആൻഡ് കേരളത്തിലെ ആദ്യമായിട്ടുള്ള കേബിൾ കാർ സർവീസും ഇവിടെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഈ അടിപൊളി സീനറിയൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ നോക്കിയ സമയത്ത് ദാ ജഡായു പാറ എത്താറായി. നമുക്ക് ആ നടന്നു പോകാനുള്ള സ്റ്റെയർ ഒക്കെ അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. നമ്മൾ വോക്കവേ എടുക്കുന്ന സമയത്ത് ഈ സ്റ്റെയർസ് ഒക്കെ കടന്ന് വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. അറിയാലോ, ടോട്ടൽ ഒരു 826ഓളം പടികളുണ്ട്. 1 കിലോമീറ്റർ നടക്കുന്ന അത്രയും ദൂരമുണ്ട് ആക്ച്വലി നമുക്ക് മുകളിലെത്താൻ. അങ്ങനെ ഫൈനലി നമ്മൾ ജഡായു പാറയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഈ ജഡായു ശില്പത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലാർജസ്റ്റ് ബേർഡ് സ്കൾപ്ചർ ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് ഇവിടുത്തെ ജഡായു ശില്പം. നമ്മൾ ജഡായു പാറയിൽ അവിടെ എത്തിയിട്ടുണ്ട്.
ഈ ജഡായു പക്ഷിയെക്കുറിച്ചുള്ള ഒരു കഥ പറയാം. രാമായണത്തിൽ രാവണൻ സീതയെ ലങ്കയിലോട്ട് തട്ടിക്കൊണ്ടുപോയ സമയത്ത് അത് തടുക്കാനായിട്ട് പക്ഷിശ്രേഷ്ഠനായ ജഡായു വന്നെന്നും ഈ ജഡായുവിന്റെ ചിറക് രാവണൻ മുറിച്ചെന്നും അങ്ങനെ മുറിവേറ്റ ജഡായു വന്ന് വീണത് ഈ പാറയുടെ പുറത്താണെന്നുമാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ഈ സ്കൾപ്ചർ വുമൻ സേഫ്റ്റി ആൻഡ് ഓണറിനായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷി ആയിരുന്നിട്ട് കൂടി സ്ത്രീ സംരക്ഷണം തന്റെ ധർമ്മമായി ഏറ്റെടുത്ത് ത്യാഗിയും ധീരനുമായ ജഡായുവിന് ശ്രീരാമൻ മോക്ഷം നൽകി. ഈ കാണുന്നതാണ് ജഡായു എന്ന് ദാഹം തീർത്ത ചെറിയൊരു കുളം. പിന്നീട് അത് ഒരിക്കലും പറ്റിയിട്ടില്ല എന്നാണ് ഐതിഹ്യം. ജഡായു വന്ന് വീണ പാറയ്ക്ക് ജഡായു പാറയെന്നും പിന്നീട് സ്ഥലത്തിന് ചടയമംഗലം എന്നും പേരും കിട്ടി. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കഫേ എല്ലാം കാണാൻ പറ്റും. ഇവിടെ കൂടുതലും ഞാൻ മലയാളികളെക്കാട്ടും കണ്ടത് ഫോറിനേഴ്സും പിന്നെ നോർത്ത് ഇന്ത്യൻസും ഒക്കെയാണ്. ബിക്കോസ് ഇതിപ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടെ ആയിരിക്കുകയാണ്. ഈ ഒരു ജഡായു ശില്പം 75 ഫീറ്റ് ടോളും 20 ഫീറ്റ് ലോങ്ങും 150 ഫീറ്റ് വൈഡുമാണ്. ടോട്ടലി ഒരു 15,000 സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഫുൾ പ്ലാൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഐഡിയാസ് കൊടുത്തത് ആർട്ട് ഡയറക്ടർ ആൻഡ് ഫിലിം ഡയറക്ടർ ആയിട്ടുള്ള രാജീവ് അഞ്ചലാണ്. 2008 തൊട്ട് 2018 വരെയുള്ളൊരു 10 years ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് ഇത് ഇവിടെ റെഡിയായത്. ആ കാണുന്നതാണ് രാമക്ഷേത്രം. ഇനി അങ്ങോട്ടേക്ക് പോവാം. ഈ രാമക്ഷേത്രം പണ്ട് മുതലേ ഇവിടെ ഉള്ളതായിരുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള പൂജയും വഴിപാടുകളൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ഇട്ടേക്കുന്ന ചെരുപ്പ് ഇവിടെ ഒരു ഫുട്വെയർ സ്റ്റാൻഡ് ഉണ്ട്, അവിടെ കൊടുക്കണം. 5 rupees പേ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിലോട്ട് പോകാനായിട്ട്. വളരെ പണ്ടുകാലം മുതൽ തന്നെ ശ്രീരാമന്റെ പ്രതിഷ്ഠയും പൂജയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ജഡായു ശില്പം പണിഞ്ഞതിന് ശേഷമാണ് അമ്പലം ഇന്നത്തെ സ്ഥിതിയിലാക്കി പുതുക്കി പണിഞ്ഞത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ജഡായുവിന്റെ ചിറക് വിരിഞ്ഞു കിടക്കുന്ന പോർഷനാണ് കാണാൻ പറ്റുന്നത്. ബിക്കോസ് ഒരു സൈഡിൽ മാത്രമാണ് ഈ ജഡായുവിന്റെ ചിറക് അത് കട്ട് ചെയ്തത്. അപ്പൊ ആ സൈഡാണ് ആക്ച്വലി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടത്. മുറിവേറ്റ് വീണ പക്ഷിയുടെ പെയിൻ നമുക്ക് ഈ ശില്പം കാണുമ്പോൾ തന്നെ അത് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഈ ട്രസ്റ്റിന്റെ അണ്ടറിൽ തന്നെ വരുന്ന ഒരു വേറൊരു പ്രത്യേകതയാണ് വാൻ്റെ റൂട്ട്. കുരങ്ങന്മാർക്കെല്ലാം കറക്റ്റായിട്ട് അവർ ഫുഡ് ഫീഡ് ചെയ്യാറുണ്ട്. ചോറും കടലയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം നല്ല ഹാപ്പിയാണ്. ഫുഡെല്ലാം കഴിച്ച് നല്ല ഹാപ്പിയാണ്. മനുഷ്യരെ അധികം അറ്റാക്ക് ചെയ്യുന്ന ക്യാരക്ടർ അവർക്കില്ല. എന്നാലും ഫുഡൊന്നും കാണിച്ചവരെ കൊതിപ്പിക്കാതിരിക്കാൻ നോക്കുക. ചിലപ്പോൾ അത് പിടിച്ചു വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കയ്യിലിപ്പോൾ ചെറിയ എന്തെങ്കിലും സാധനങ്ങളോ പേഴ്സോ അല്ലെങ്കിൽ ട്രൈപോഡ്സോ ഫോണോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പിടിച്ചു വാങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കുരങ്ങന്മാരുടെ തന്നെ ഫുൾ ഫാമിലി നമുക്കിവിടെ കാണാൻ കഴിയും. അച്ഛൻ, അമ്മ, കുട്ടിക്കുരങ്ങൻ എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഹാപ്പിയാണ്. ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഹാപ്പിയാണ്. ഓടിക്കളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ നമുക്ക് നേരെ നോക്കുന്ന സമയത്ത് അമ്പലം കാണാൻ കഴിയും. ഫ്രണ്ടിൽ ഒരു ഹനുമാന്റെ വിഗ്രഹവും പിന്നെ അകത്ത് ശ്രീരാമപ്രതിഷ്ഠയും നമുക്ക് കാണാൻ കഴിയും. ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ശ്രീരാമന്റെ കാൽപാദം കാണാൻ പറ്റും. ശ്രീരാമൻ ജീവിച്ചിരുന്നത് ത്രേതായുഗത്തിലായിരുന്നു. ആ യുഗത്തിലുള്ള മനുഷ്യർക്ക് ഇപ്പോഴുള്ള മനുഷ്യരെക്കാട്ടും 3 ഇരട്ടി വലിപ്പം ഉണ്ടെന്നാണ് പറയപ്പെട്ടിരുന്നത്. അതിന്റെ മുന്നിലായി നമുക്കൊരു കെടാവിളക്കം കാണാൻ കഴിയും. 17 August 2019 ശ്രീ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി ഈ കെടാവിളക്ക് ഉദ്ഘാടനം ചെയ്തത്. ഈ അമ്പലത്തിന്റെ സൈഡിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ നോക്കിയാലും നമുക്ക് ഈ ജഡായു ശില്പം കാണാൻ കഴിയും. നല്ല വെയിലുള്ള സമയത്ത് ഒരു റെഡിഷ് കളറും അല്ലാത്ത സമയത്ത് ഒരു ബ്രൗണിഷ് കളറുമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വെയിലെല്ലാം താഴ്ന്ന ഒരു ഈവനിങ് ടൈമിൽ വരെയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ വീക്കെൻഡ്സിൽ നല്ല തിരക്കാണ്. ടൂറിസ്റ്റുകളും പിന്നെ മറ്റാൾക്കാരും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും. അപ്പം നമുക്ക് ഇത്രയും റിലാക്സ് ചെയ്ത് കാണാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഒരു 6 മണി അടുക്കാറായിട്ടുണ്ട്. എന്തായാലും ഇറങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. കേബിൾ കാർ മുകളിൽ എത്താറാകുമ്പോഴത്തേക്കും അവർ നമുക്ക് ഇൻഫോർമേഷൻ തരും. ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പം കേബിൾ കാറിലും കയറാൻ പറ്റും. വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര സ്ലോ ആയിട്ട് ഇത് പോകുന്നത്. എന്നാലും നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് പാടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഇത് പൊട്ടി വീഴുമോ എന്നുള്ള രീതിയിൽ. ഭയങ്കര സ്ട്രോങ് ആണ്. പേടിക്കാനൊന്നുമില്ല. ബൈ ബൈ ജഡായു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.